ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇളയ മകൻ്റെ ജീവിതത്തിലെ മദ്യപാന സ്വഭാവം വീട്ടിൽ മാത്രമല്ല നാട്ടിലുമാകെ പ്രശ്നമായി. വല്ലപ്പോഴും മാത്രമായിരുന്ന മദ്യപാനം ഇപ്പോൾ സ്ഥിരമായി. മാത്രമല്ല, മദ്യപിച്ചാൽ ഒരു വെളിവുമില്ലാതെ ബഹളം വയ്ക്കുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ഇപ്പോൾ പതിവായിരിക്കുന്നു. അവസാനം ജ്യേഷ്ഠൻ അവനെ നിർബന്ധിച്ച് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അയാളുടെ ജീവിത പശ്ചാത്തലമൊക്കെ പറയുന്നതിനിടയിൽ കൗൺസിലറോട് അയാൾ പറഞ്ഞു, ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല. എൻ്റെ അപ്പനും അങ്കിൾമാരും അമ്മാവന്മാരും ഒക്കെ മദ്യപിക്കുന്നവരാണ്. അവരെ കണ്ടാണ് ഞാൻ മദ്യപിക്കാൻ പഠിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൗൺസിലർ മുറിക്ക് പുറത്തുണ്ടായിരുന്ന ജ്യേഷ്ഠനെ വിളിച്ചു ചോദിച്ചു, കുടുംബത്തിൽ പലരും മദ്യപിക്കുന്നവരാണ് എന്നാണ് അനിയൻ പറയുന്നത്, ശരിയാണോ? ജ്യേഷ്ഠൻ പറഞ്ഞു, ശരിയാണ്. അച്ഛനും അമ്മാവന്മാരും ഒക്കെ മദ്യപിക്കുന്നവരാണ്. കൗൺസിലർ ചോദിച്ചു, താങ്കൾ മദ്യപിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് മദ്യം എന്ന് കേൾക്കുന്നതേ എനിക്ക് വെറുപ്പാണ്. നാം എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. ആരെ മാതൃകയാക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. പരീശന്മാരും ശാസ്ത്രിമാരും പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, എന്നാൽ ഒരിക്കലും അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ക്രിസ്തുവിന്റെ പക്ഷം. ഒരാളിൽ നിന്ന് രണ്ട് തരത്തിൽ നമുക്ക് പഠിക്കാം. എങ്ങനെ അയാളെപ്പോലെ ആകാമെന്നും എങ്ങനെ അയാളെപ്പോലെ ആകാതിരിക്കാമെന്നും. ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന തെറ്റായ പ്രവണതകൾക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. എല്ലാത്തിനും കാരണം നാം തന്നെയാണ്. അവർ എന്നോട് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ അവനെ തിരിച്ചടിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ സംസാരം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അവനെ ചീത്ത വിളിച്ചത് എന്നൊക്കെ പല ന്യായങ്ങളും നാം പറയാറുണ്ട്. മറ്റുള്ളവർ നമ്മോട് പെരുമാറുന്നത് പോലെ തന്നെ തിരിച്ചു പെരുമാറാൻ പഠിക്കേണ്ടവരല്ല നാം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്ന് 1 പത്രോസ് 3:9 പറയുന്നു. ജീവിതമെന്ന വലിയ പാഠപുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ടത് നന്മയും അനുഗ്രഹവുമാണ്. വരുന്ന തലമുറയെ പഠിപ്പിക്കേണ്ടതും അതുതന്നെ. നാളെ മക്കൾ നമ്മെ കണ്ട് പഠിച്ചിട്ടാണ് ചീത്തയായി പോയതെന്ന് പറയുവാൻ ഇടവരാത്തവണ്ണം മാതൃകയായി ജീവിക്കാം, മാതൃകയായി പഠിക്കാം, മാതൃകാപരമായി വരും തലമുറയെ പഠിപ്പിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹങ്ങൾ